എല്ലാവരും വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരാണ്. CPM-ന് 2 ഏരിയ സെക്രട്ടറിമാരാണ് വനിതകളായിട്ടുള്ളത്. അതിലൊന്ന് തന്നെ MM മണിയുടെ മകളാണ്. 269 മണ്ഡലം പ്രസിഡന്റുമാരെ പൂർത്തിയാക്കുമ്പോൾ 34 വനിതാ നേതാക്കളെയാണ് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരാക്കിയത്. ഈ വാർത്തകളുടെ മലവെള്ളപ്പാച്ചിലിൽ പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നില്ല. നോക്കൂ, കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനുള്ള ധൈര്യം കാണിക്കുക. 269 മണ്ഡലം പ്രസിഡന്റുമാരിൽ 34 സ്ത്രീകളെ കോൺഗ്രസിൻ്റെ എത്ര ബ്ലോക്ക് പ്രസിഡന്റുമാർ വനിതകളായിട്ടുണ്ട്? CPM-ന് 2 ഏരിയ സെക്രട്ടറിമാർ വനിതകളായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കേവലം 20% വോട്ട് മാത്രമുള്ളൊരു പാർട്ടി 34 വനിതാ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സംവരണം എന്നൊക്കെ പറയുന്നത് മുകൾ പരപ്പിൽ പ്രസംഗിക്കാനുള്ള ഒരു കാര്യമല്ല. 14 ക്രിസ്ത്യൻ മണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. SC ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. മറ്റ് സമുദായങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിക്കുന്ന, ഞാനതിൻ്റെ ബ്രേക്കപ്പ് നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ് BJP ഈ പ്രോസസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുള്ള നല്ല നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് ആണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പ്രോസസ്സ് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് ജില്ലകളിലേക്ക് വന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സംഘടനാ വികാസത്തിൻ്റെ ദൃഷ്ടിയിൽ ഇത്തവണ 14 ജില്ലാ കമ്മിറ്റികളെ വിഭജിച്ച് 30 ജില്ലാ കമ്മിറ്റികളായിട്ട് ഞങ്ങൾ മാറ്റി. അതിലിപ്പോൾ 27 ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാരിലേക്കുള്ള നാമനിർദ്ദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 3 ജില്ലകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ 27 ജില്ലകളിൽ 4 ജില്ലാ പ്രസിഡന്റുമാർ വനിതാ ജില്ലാ പ്രസിഡന്റുമാരാണ്. ഈ തൃശ്ശൂർ ജില്ലയിലടക്കം ഒരു ജില്ലയെ നയിക്കുന്നത് ഒരു മഹിളാ നേതാവാണ്. 27-ൽ 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാരെ ഞങ്ങൾ ഇതാദ്യമായിട്ട് ഒരു 15 വർഷത്തെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ഘടനാപരമായ ഒരു മാറ്റമായിട്ടാണ് ഞങ്ങളിതിനെ ഒരു ചേഞ്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീകളെ പിന്നിലിരുത്തി പുരുഷന്മാർ നയിക്കുക എന്നുള്ളതല്ല. സ്ത്രീകൾക്ക് തന്നെ നയിക്കാൻ കഴിയണം. നോക്കൂ, ഞങ്ങളെ വനിതാ ജില്ലാ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വനിതകളെയാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ സ്ത്രീകളെ മുമ്പിലിരുത്തിയിട്ട് പിൻസീറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ വെച്ചിരിക്കുന്നതല്ല. കാസർഗോഡ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ML അശ്വിനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയാണ്. വിദ്യാസമ്പന്നയാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷനുണ്ട്, സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. മലപ്പുറത്ത് ഞങ്ങളൊരു ജില്ലാ പ്രസിഡന്റ് വനിതാ പ്രസിഡന്റാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ലീഡറാണ്. അവരുടെ പേര് ദീപ പുഴയ്ക്കൽ എന്നാണ്. ആ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെയാണ്, മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്നു. കൊല്ലത്ത് ഞങ്ങൾ ഒരു ജില്ലാ പ്രസിഡന്റ് വനിതാ ജില്ലാ പ്രസിഡന്റാണ്, ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി രാജീവ് പ്രസാദ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കേരളത്തിൽ ധൈര്യം ഉണ്ടാവും 14 ജില്ലാ സെക്രട്ടറിമാരിൽ ഒരു വനിതയെ ജില്ലാ സെക്രട്ടറി ആക്കാൻ CPM-ന് ധൈര്യം ഉണ്ടാവും? 14 DCC പ്രസിഡന്റുമാരിൽ ഒരു DCC പ്രസിഡന്റിനെ പണ്ട് കുറച്ചു കാലം നമ്മുടെ ബിന്ദു എന്ന ഒരു കൊല്ലത്തൊരാളുണ്ടായിരുന്നു, കുറച്ചു കാലം ബിന്ദു കൃഷ്ണ. ഇപ്പോൾ കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയുമോ ഒരു 2 ജില്ലാ പ്രസിഡന്റുമാരെ DCC പ്രസിഡന്റുമാരെ വനിതയാക്കാം? CPM-ന് സ്വപ്നം കാണാൻ കഴിയുമോ ഒരു 2 മഹിളാ നേതാക്കളെ DC സെക്രട്ടറിമാരാക്കാൻ? സാധിക്കില്ല. നിങ്ങളെന്താ ഞങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദു പാർട്ടിയാണ്? അല്ല, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ലിറ്ററലി ഞങ്ങൾ ഒരു സെക്കുലർ പാർട്ടിയാണെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ തെളിയിക്കുക. അക്ഷരാർത്ഥത്തിൽ 27 ജില്ലാ പ്രസിഡന്റുമാരിൽ
3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്നാണ്. അത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് കൊടുത്ത് ഒഴിവാക്കിയതല്ല. ഞങ്ങൾ ജയിച്ച ലോക്സഭാ മണ്ഡലം ജയിച്ച ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ള ജില്ലയുടെ പ്രസിഡന്റ് ഇതായിരിക്കുന്നു ജസ്റ്റിൻ ജേക്കബ്. വേറെ ഏത് പാർട്ടിക്ക് സാധിക്കും? നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ BJP ഉണ്ടായിരിക്കുന്ന ചേഞ്ച് അവിടെ ഇവിടെയും കേൾക്കുന്ന ചില വാർത്തകളുടെ പേരിൽ നിങ്ങൾ മനസ്സിലാക്കുന്നേയില്ല. ഏറ്റവും സ്വാധീനമുള്ള സ്ഥലത്ത് BJP ജയിച്ച സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂർ സെൻട്രലിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. കോട്ടയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നല്ല നിലയിൽ വോട്ട് ബാങ്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് റോയ് ചാക്കോ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ലീഡറെയാണ്. ഇടുക്കിയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയിൽ BC വർഗീസ് ഞങ്ങൾ വെച്ചിരിക്കുന്നു. പട്ടികജാതി സമുദായത്തിൽ നിന്ന് ഞങ്ങൾ 2 ജില്ലാ പ്രസിഡന്റുമാരെ വെച്ചിരിക്കുന്നു. അപ്പോൾ അധസ്ഥിത ജനവിഭാഗങ്ങൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, ഇവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും പാർട്ടി യുവാക്കൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. ആരോ എവിടുന്നോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരാക്കിയപ്പോൾ എന്തൊക്കെയാണ് പ്രചരണം നടക്കുന്നത്? നോക്കൂ, എത്ര പേരെയാണ് ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ചിരിക്കുന്നത്. 40 വയസ്സ് തികയാത്ത 3 ജില്ലാ പ്രസിഡന്റുമാർ ഞങ്ങൾക്കുണ്ട്. ആരും അതിനെപ്പറ്റി പറയുന്നില്ല. അശ്വിനിക്ക് 40 വയസ്സായിട്ടില്ല. പ്രശാന്ത് ശിവന് 40 വയസ്സായിട്ടില്ല. ലിജിൻ ലാലിന് വെറും 42 വയസ്സേ ആയിട്ടുള്ളൂ. പ്രഫുൽ കൃഷ്ണന് 39 വയസ്സേ ആയിട്ടുള്ളൂ. നോക്കൂ, ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് എല്ലാവരും വലിയ വർത്തമാനം പറയും. ആരോ പറയുന്നത് കിട്ടുന്നില്ല ഏതോ ചാനലിൽ വലിയ ആവേശത്തോടു കൂടി 35 വയസ്സുള്ള ആളെ എങ്ങനെ നിങ്ങളാക്കും? സർ, ഞങ്ങൾക്ക് ലോവർ ഏജ് ലിമിറ്റ് ഇല്ല. 60 വയസ്സിൽ കവിയരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലിമിറ്റ്. ആരെങ്കിലും ലോവർ ഏജ് ലിമിറ്റിനെ പറ്റി സംസാരിക്കാറുണ്ടോ? 32 വയസ്സിൽ AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പിന്നെയാണ് 35 വയസ്സുള്ള ഒരാൾക്ക് ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പ്രചാരണത്തിൻ്റെ ഉദ്ദേശം എന്താണ്. നോക്കൂ, വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു അസ്വാരസ്യവും എവിടെയുമില്ല. ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ ഈ 27 സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവും എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകളുണ്ടാവും. അത് മറികടക്കാൻ ശേഷിയുള്ള, അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഏതോ ചില പത്രങ്ങൾ പറയുന്നത് കേട്ടു, ഗ്രൂപ്പുകൾക്ക് അതീതമായി. എന്താ തെറ്റ്? ഒരു തെറ്റായ പ്രവണതയാണോ? ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞു വലിയ ഗ്രൂപ്പീസാണ് BJP-യിൽ. കൃഷ്ണദാസ് പക്ഷം, മുരളീധരൻ പക്ഷം, മറ്റേ പക്ഷം, ശോഭ പക്ഷം. ഇപ്പം പറയുന്നു പക്ഷമില്ലാത്തവർക്കൊക്കെ എങ്ങനെ ഇടം നേടി. നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? പക്ഷമില്ലാത്തവർക്ക് പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഈ രീതിയിലുള്ള ആലോചിച്ച് ഓരോ ജില്ലയിലും കൃത്യമായ ആലോചന നടത്തി ഉത്തമമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക നിശ്ചയിച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഇന്ന് തിരഞ്ഞെടുക്കപ്പെടും, പ്രഖ്യാപിക്കപ്പെടും. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, പഴയ കാലഘട്ടമല്ല, പണ്ടത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല, പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള, കൺവിൻസിംഗ് ആയിട്ടുള്ള, കമ്മ്യൂണിക്കേഷന് നല്ല സാധ്യതയുള്ള നല്ല നല്ല വ്യക്തികളെ തിരഞ്ഞെടുത്ത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മോദി ഇറ വന്നതിന് ശേഷം BJP-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മുഖ്യമന്ത്രിമാർ ചെറുപ്പക്കാരായിട്ടുണ്ട്.
BJP അത്തരത്തിലുള്ള വലിയ പരിഷ്കാരങ്ങൾ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ്. ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ ഈ 55-ാം വയസ്സിൽ ഞാൻ 5 വർഷം പ്രസിഡൻ്റായിരുന്നില്ലേ. ഞാനും രമേശും ശോഭയും ഒക്കെ യുവമോർച്ച കാലം മുതൽ ഞങ്ങൾക്ക് എല്ലാ അവസരങ്ങളും കിട്ടിയത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ പ്രായത്തിനിടയിൽ ഈ പദവിയിലെത്തുന്നു. പണ്ട് കാലത്ത് രാജഗോപാൽജി, രാംപിള്ള സാർ, മാരാർജി അങ്ങനെയുള്ള ഒരു 3 പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ CKP, അതുപോലെ ശ്രീധരൻ മാസ്റ്റർ, അങ്ങനെയുള്ളൊരു ടീം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീധരൻപിള്ള സാറ്, മുരളിയേട്ടൻ, കൃഷ്ണദാസി, അങ്ങനെ ഒരു ജനറേഷൻ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ MT രമേശ്, സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, ANR, അങ്ങനെയുള്ളൊരു ജനറേഷൻ വന്നു. ഈ ജനറേഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ കോൺഗ്രസ്സിലെ പോലെ CPM-ലെ പോലെ കിട്ടിയ അധികാരം മറ്റാർക്കും കൊടുക്കില്ല. ഞങ്ങൾ തന്നെ എല്ലാ കാലത്തും ഭരിക്കണമെന്നുള്ളൊരു നില BJP-യിലില്ല. BJP എല്ലാ കാലത്തും പുതിയ രക്തം വരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാവർക്കും അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു പാനലാണ് ഇത്തവണ BJP ജില്ലാ അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 3 ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു അഭിപ്രായവും വ്യത്യാസവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സംഘടനാ പർവ്വം മുന്നോട്ട് പോവുകയാണ്. ആർക്കും അതിന് ഒരു തരത്തിലുള്ള കല്ലുകടിയും ഉണ്ടാവുകയില്ല. അല്ല, ധാരാളം പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള നോമിനേഷൻസ് ഇപ്പോൾ ഇന്നലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3 ജില്ലകളിലേക്കുമുള്ള നോമിനേഷൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്നു. അതെ, അതായത് പുറത്തുനിന്ന് വിമർശിക്കുന്നതിന് പകരം സംഘടനക്കകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പാർട്ടികളും ഇത്രയും എക്സസൈസ് നടത്താറില്ല. കോൺഗ്രസ് നേരെ എന്താ ചെയ്യുന്നത്, അവർ നോമിനേറ്റ് ചെയ്യുന്നു. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ താഴെ തലത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തി ഒരു കൺസെൻസസിലെത്തുകയാണ്. അപ്പോൾ ഓരോ ജില്ലകളും അവരവരുടെ ജില്ലയിലെ ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. ഞങ്ങൾ സ്റ്റേറ്റിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് ചിന്തിക്കുമ്പോൾ മൊത്തത്തിലുള്ള 30 ജില്ലകളെയും കൂടിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ സാമുദായിക പരിഗണനകൾ വേണ്ടി വരും, വനിതാ പ്രാതിനിധ്യം വേണ്ടി വരും, യൂത്ത്സിൻ്റെ പ്രാതിനിധ്യം വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില മാറ്റങ്ങൾ വരുന്നത്. അതെ, അല്ല, അതിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് സെൻട്രൽ പാർട്ടി നടത്തുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഇപ്പം ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റേറ്റ് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുമ്പോൾ സെൻട്രൽ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അതൊന്നും ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേസ് വരുമ്പോഴും കേസ് വരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കേസ് മാറുകയാണെങ്കിലും എനിക്കറിയില്ല. കേസ് തുടരുകയാണെങ്കിലും എനിക്കിപ്പോൾ അത് പറയാനുള്ള ഞാൻ അതിൻ്റെ ശേഷിയില്ലാത്തതാണ്. ഒരു ഭരണം പോയില്ല. ഇത് പന്തളത്ത് എന്തായിരുന്നു ബഹളം ഇല്ലേ? ഏതാര്? അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കേട്ടില്ല? ഈ പാലവീണ ജയിത്താൻ എന്ന് പറയുന്നത് മലബാറിലെ ഒരു പാല വീണു പോയാലേ ജയിത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? ജയിക്കൂന്നല്ലാതെ തോക്കൂന്നാണ് പറയുന്നത്. പിന്നെന്താ? അത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് അവർ പറയട്ടെ. അല്ല, അവരോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. ഒന്നുമില്ല സാറേ, ഒരാൾക്കും അവിഹിതമായി ഇടപെടാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിടിച്ച് 30 പേരെ എനിക്ക് ആക്കി വെക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കും പറ്റില്ല. ഒരു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പിറ്റേ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി ആവുന്ന അസ്വാഭാവികതയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പിറ്റേ ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആവുന്ന പറയുന്ന അസ്വാഭാവികത. അത്തരം ഒരു അസ്വാഭാവികത പാലക്കാട് സംഭവിച്ചു എന്നാണ് അവിടുത്തെ കൗൺസിലർമാർ. ഇല്ല, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി. അപ്പം നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? വയനാട് ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി ആയി. നേരിട്ടായിട്ടല്ലോ. എന്തായിരുന്നു അയാളതിന് മുമ്പ്? അയാളെന്തായിരുന്നു അതിന് മുമ്പ്? അല്ല, അതിന് ശേഷം ഇതിലെന്തിരിക്കുന്നു? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലോവർ ഏജ് ലിമിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇല്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ട്. നിരവധി നേതാക്കൾ മുസ്ലിങ്ങളായിട്ട് BJP-യിലുണ്ട്. അടുത്ത പുനഃസംഘടന ആവുമ്പോൾ
ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും മുസ്ലിം ജില്ലാ പ്രസിഡന്റ് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിലുള്ള മത്സരത്തിന് സാധ്യതയുണ്ടോ? മത്സരം ഇല്ലെന്ന് എവിടെ ഈ മത്സരം? മത്സരമൊക്കെ പത്രത്താളുകളിലേ ഉള്ളൂ, ഞങ്ങൾക്കിടയിലില്ല. ഈ BDJS കോട്ടയത്ത് അവർ പ്രമേയം പാസ്സാക്കിയിരുന്നു ഇന്ത്യയെ വിട്ട് പുറത്തു വേണമെന്നുള്ളത്. അത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, അങ്ങനെ BDJSന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ NDA ചേർന്നത്. അത് BDJS അത്തരം തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു കാരണവശാലും NDA വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. അല്ല, അതിപ്പോൾ ജില്ലകൾ പറയുമല്ലോ, ജില്ലകളിലായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ വസ്തുത. അവഗണന പിന്നെ അതുപോലെ തന്നെ ഇവിടെ അന്വേഷണം പുറത്താക്കിയതല്ല, ആൾ മാറുന്നു. സംസ്ഥാന ഓഫീസിൽ പണിതിട്ടുണ്ടേ, ഉദ്ഘാടനം കഴിച്ചിട്ടില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയാം, ഓഫീസിന്റെ കാര്യം അന്ധവിശ്വാസമാണ്. ഓക്കെ, അല്ല, അത് പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യ, പിന്നെ ബൂത്തുകളുടെ എണ്ണം, ഇതെല്ലാം ആവറേജ് നോക്കിയിട്ടാണ്. പിന്നെ ജിയോളജി, ഇത് ഭൗമശാസ്ത്രപരമായി നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇതെല്ലാം നോക്കിയിട്ടുണ്ട് വെച്ചു. അദ്ദേഹം നല്ല MP ആണെന്ന് അവിടെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമില്ല. മേയറൊക്കെ തന്നെ പറഞ്ഞില്ല. ഞങ്ങൾ വിലയിരുത്തൽ എന്തിനാണ് തെറ്റുന്നത്? എതിരാളികൾ തന്നെ സമ്മതിക്കല്ലേ. സുനിൽകുമാർ പിന്നെ അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നില്ലേ? ഇല്ല, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. കുറച്ചുകൂടി പരിശോധന വേണം തോന്നിയതുകൊണ്ട്. അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ പല ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ജില്ലാ പ്രസിഡന്റുമാരെ മൊത്തത്തിൽ തീരുമാനിക്കുന്നത്. അത് വൈകില്ല, അധികം വൈകില്ല. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് BJP.